ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ഗൈഡ്. അപ്പോൾ നമ്മുടെ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷിൻ്റെ എക്സാം ഡേറ്റ് ഒക്ടോബർ 23-നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൺഫർമേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11/8 വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതുകൂടാതെ ഇന്ന് നമുക്ക് PSC നമ്മുടെ ക്ലർക്കിൻ്റെ അല്ലെങ്കിൽ ക്യാഷിയറിൻ്റെ സിലബസും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ JCIക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം. കാരണം ആ JCIയുടെ അതേ സിലബസ് തന്നെയാണ് കേരള ബാങ്കിനും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന സിലബസ്. അപ്പം JCI പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ കുറേ ചാനലുകളിലൊക്കെ സിലബസ് എക്സ്പെക്റ്റഡ് സിലബസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ GKയും കറണ്ട് അഫേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്കതൊന്നുമില്ല, നമ്മുടെ JCIയുടെ സെയിം സിലബസ് തന്നെ. അപ്പോൾ നമുക്ക് JCIയുടെ സിലബസ് ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കേരള ബാങ്കിൻ്റെ എക്സാം ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിലബസ് കവർ ചെയ്ത് എഴുതാൻ പറ്റും. അതല്ല ഓൾറെഡി സിലബസ് കവർ ചെയ്തു പഠിച്ച ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്ത്, അതായത് JCIയുടെ എക്സാം അറ്റൻഡ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തായിരിക്കും, ആ സെയിം സിലബസ് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേരള ബാങ്കിൻ്റെ എക്സാം കൂടി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരള ബാങ്ക് അല്ലെങ്കിൽ JCI എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ ഓൾറെഡി JCIക്ക് പഠിച്ച് തുടങ്ങിയ കുട്ടികൾക്കാണെങ്കിലും അതല്ല ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും എന്ത് ചെയ്യുക, ഇനി ഒരു 3 മാസത്തോളം ടൈം കേരള ബാങ്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി JCIയുടെ സിലബസ് പഠിച്ച് തുടങ്ങിയവർക്കാണെങ്കിൽ ആ ഒരു സിലബസ് എന്തായാലും കേരള ബാങ്കിന് മുമ്പായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. JCIയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു അവസരം കിട്ടുകയാണ് എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഈ JCI എഴുതുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കേരള ബാങ്കിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നലെയൊക്കെ കുറേ ചാനലുകൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് GKയും കറണ്ട് അഫേഴ്സും അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ കയറി വരും എന്നുള്ളൊരു എക്സ്പെക്റ്റഡ് സിലബസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്തായിരിക്കുന്നത്. പക്ഷേ ഇന്ന് PSCയുടെ ഒഫീഷ്യൽ സിലബസ് വന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റ് സബ്ജക്റ്റുകളൊന്നും ഈ ഒരു ഇതിൽ വരില്ല. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സെയിം സബ്ജക്റ്റ് തന്നെ എക്സാമിന് വരണമെന്നാണ്. കാരണം നമ്മുടെ കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റിനൊക്കെ വന്നതെന്ന് വെച്ചാൽ GK ഒക്കെ ആയിരുന്നു പ്രിലിംസിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആയിരിക്കുമോ ഇതും എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ കേരള ബാങ്കിന് നമ്മുടെ JCIയുടെ സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം JCIക്ക് പഠിക്കുന്നവർക്കാണെങ്കിലും കേരള ബാങ്കിന് പഠിക്കുന്നവർക്കാണെങ്കിലും ഇത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേറൊരു സബ്ജക്റ്റും ഇല്ല, നമ്മൾ ആ സെയിം സിലബസ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു പോയാൽ മതി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.